പ്രതികരിക്കേണ്ടവർ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിച്ചില്ലെങ്കിൽ ആപത്കരമാണ്. അതുകൊണ്ട് ഉണരുക, ഒന്നിക്കുക, അതാണ് പറയാനുള്ളത്. ഇപ്പം നമ്മുടെ സാംസ്കാരിക കേന്ദ്രങ്ങളെ സംരക്ഷിക്കാൻ, നമ്മുടെ ഗൃഹങ്ങളെ സംസ്കാര കേന്ദ്രങ്ങളാക്കാൻ നമ്മളേ ഉള്ളൂ. ഗൃഹങ്ങളെ സംസ്കാര കേന്ദ്രങ്ങളാക്കേണ്ടത് ദിവസവും നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു ധാർമ്മിക അവബോധം നൽകുന്ന കഥ പറഞ്ഞു കൊടുക്കണം. അത് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ആദ്യം നമുക്കറിയണമെങ്കിൽ ആദ്യം ദിവസവും സ്വാധ്യായം ചെയ്യണം. ദിവസവും സന്ധ്യാസമയത്തെങ്കിലും നാമം ജപിക്കണം. ദിവസവും അല്പമെങ്കിലും മന്ത്രം ജപിക്കണം. ദിവസവും അവനവൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിൽ ഒന്നുപോയി ഉപാസിക്കണം. ശ്രദ്ധിക്കുക. ഇതിലൊക്കെ നമ്മൾ വീഴ്ച വരുത്തിയതാണ് നമുക്ക് പറ്റിയ കുഴപ്പം. ചുറ്റുപാട് നോക്കൂ. ഇതര മതങ്ങളിൽപ്പെട്ട കുട്ടികൾ എന്ത് കണ്ടാണ് ഉണരുന്നത്, എന്ത് കണ്ടാണ് ഉറങ്ങുന്നത്? രാവിലെ ഉണരുന്നത് അച്ഛൻ അമ്മ നിസ്കരിക്കുന്നതോ പള്ളിയിൽ പോകുന്നതോ കണ്ടിട്ടാണ്. ഉറങ്ങുന്നത് കുടുംബ പ്രാർത്ഥന കേട്ടിട്ടും പങ്കെടുത്തിട്ടും അതുപോലെ പള്ളിയിൽ പോയി നമസ്കരിക്കുന്നത് കണ്ടിട്ടുമാണ്. ഒരു സാമാന്യ ഹിന്ദു കുട്ടി എന്ത് കണ്ടാണ് ഉണരുന്നത്, എന്ത് കണ്ടാണ് ഉറങ്ങുന്നത്? ഞാൻ പറയുന്നില്ല, നിങ്ങൾ വിലയിരുത്തുക. എത്ര വീടുകളിൽ ഉപാസനാനിഷ്ഠമായ ഭാവം കണ്ട് കുട്ടികൾ ഉണരുന്നുണ്ട്, ഉറങ്ങുന്നുണ്ട്. അഭിമാനത്തോടു കൂടി ജപത്തെ കേട്ടും കണ്ടും പങ്കെടുത്തുമാണ് എൻ്റെ മക്കൾ ഉറങ്ങുന്നതെന്ന് എത്ര വീട്ടിൽ പറയാൻ പറ്റും? എത്ര വീട്ടിൽ അവർ ഉണരുന്നത് ഒരു ഭദ്രദീപം കണ്ടുകൊണ്ടാണെന്ന് പറയാൻ കഴിയും? പിന്നെ എങ്ങനെയാ സംസ്കാരത്തിൻ്റെ സംരക്ഷണം ഉണ്ടാവുക? മറ്റുള്ളവരെ കുറ്റം പറയരുത്, ഒരു മതത്തെയും കുറ്റം പറയരുത്. നമ്മുടേത് പരിപാലിക്കണം. അവിടെയാണ് നമുക്ക് വീഴ്ച വന്നത്. അതുകൊണ്ട് സംസ്കാരം എന്ന ഈ സകാര ഉപാസന, സമ്പത്തെന്ന സകാര ഉപാസന ശ്രദ്ധിക്കുക.